അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായിട്ടാണ് അറിയപ്പെടുന്നത്. ജനങ്ങളുടെ നിർദ്ദേശങ്ങളും ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഭരണകൂടങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് കൃത്യമായി ഭരണകൂടത്തെയും ഭരണകൂടത്തിൻ്റെ ഏതൊരു കാര്യങ്ങളും ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമത്തിൻ്റെ അടിസ്ഥാന ധർമ്മമായി നമ്മൾ വിലയിരുത്തുന്നത്. നിങ്ങൾക്ക് ജോസഫ് പുലിസ്റ്ററെ അറിയില്ലേ? അദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും നല്ല മാധ്യമപ്രവർത്തകനായി അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് പുലിസ്റ്റർ അവാർഡ് ഏറ്റവും നല്ല മാധ്യമപ്രവർത്തകന് വർഷങ്ങളിൽ നൽകി വരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ജോസഫ് പുലിസ്റ്ററുടെ മാധ്യമപ്രവർത്തനത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് അവരെല്ലാം ഒരു വിഭാഗത്തിൻ്റെ മാത്രം വാർത്തകളെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അമേരിക്കയിലെ കുപ്രസിദ്ധനായ ഒരു മാധ്യമപ്രവർത്തകനുണ്ടായിരുന്നു, വില്യം റാൻഡോൾഫ് ഹീർസ്റ്റ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്യമുണ്ട്, ഇഫ് യു ഫർണിഷ് ദ പിക്ചർ ഐ വിൽ ഫർണിഷ് ദ വാർ. നിങ്ങളൊരു ചിത്രം എനിക്ക് ഉണ്ടാക്കി തരികയാണെങ്കിൽ ഞാനതൊരു യുദ്ധമാക്കി മാറ്റാം എന്ന വളരെ നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തേക്ക് എങ്ങനെയാണ് മാധ്യമങ്ങൾ ചിന്തിക്കുന്നത്, എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് നമുക്കിതിൽ നിന്നും കണ്ടെത്താനാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ലോകത്ത് തന്നെ നടന്നിട്ടുള്ള ധാരാളം സംഭവങ്ങൾ നമുക്ക് എടുത്തു നോക്കാവുന്നതാണ്. തങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങളോട് അപേക്ഷിക്കുകയും അത് അവർ സ്വീകരിക്കുന്നില്ല എങ്കിൽ മാധ്യമത്തെ ഒന്നായിട്ട് വാങ്ങുകയും ചെയ്യുന്ന പ്രവണതയാണ് ഇന്ന് ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് NDTV എടുക്കാം. NDTVയുമായി ധാരാളം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും അവരതൊന്നും സ്വീകരിക്കാതെ വന്നപ്പോൾ അതിനെ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ നേതൃത്വത്തിൽ അത് വാങ്ങുകയും അതിനുശേഷം അതിൻ്റെ എഡിറ്റർ അടക്കമുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ എഡിറ്ററോട് എന്താണ് ഈ വാർത്താ സമ്മേളനത്തിന്റെ ഉദ്ദേശം എന്നുള്ളതിനെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടി പറയുന്നത് നമുക്ക് കാണാനാവുന്നതാണ്. ഈ അടുത്ത് ഈ 22-ന് നാം കണ്ടതാണ്, പ്രാണപ്രതിഷ്ഠ നടന്നു, രാംലല്ല പ്രാണപ്രതിഷ്ഠ നടന്നു. ഇതിന് ആ ഒരു വിഗ്രഹത്തിന്റെ സൈഡുകളിലൂടെ നമ്മൾ കാണാം വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ഈ ഒരു വലതുപക്ഷ തീവ്ര വിഭാഗത്തിന്റെ ഒരേ ഒരു അജണ്ട മൂലം അതിൽ ബലരാമൻ എന്നുള്ള അവതാരത്തിന്റെ പകരം അവിടെ ബുദ്ധൻ എന്നുള്ള അവതാരത്തെ മനഃപൂർവ്വം തിരികെ കയറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ബുദ്ധൻ എന്ന് ചില രേഖകളിൽ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന അവതാരം എന്നുള്ളത് അത് ബലരാമനാണ്. ബലരാമനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ന് 1992 ഡിസംബർ 6-ന് പലരും തർക്കമന്ദിരങ്ങൾ എന്ന് തകർത്തു എന്ന് പറഞ്ഞപ്പോഴും അന്നും ചില ഉറച്ച സ്റ്റാൻഡോട് കൂടി താഴികക്കുടങ്ങൾ തകർത്തു, ബാബരിയെ തകർത്തു എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ പോലും ഇന്ന് ഫസ്റ്റ് പേജിൽ തന്നെ രാംലല്ലയെ നമിക്കുന്ന പ്രധാനമന്ത്രിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വലിയ ഹെഡിങ് ആയി എല്ലാവരെയും ശ്രദ്ധിക്കുന്ന ഇതുപോലെയായിട്ടാണ് ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഖേദകരമായ വസ്തുതയാണ്. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അത് കൂടുതലൊന്നും വിദ്യാസമ്പന്നരായ ജനങ്ങളല്ല ഇന്ത്യയിലുള്ളത്. അവർക്കെല്ലാമുള്ള ഏക ആശ്രയം ഈ പത്രമാധ്യമങ്ങളാണ്. ഇന്ത്യയിലെ പല മാധ്യമങ്ങളും ഇന്ന് ഈ വിഷയത്തിൽ വളരെ പിറകിലാണെന്ന് നമുക്ക് കാണാനാവുന്നതാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി ടൈംസ് ഓഫ് ഇന്ത്യക്ക് അതിൻ്റെ എഡിറ്റർക്ക് 500 കോടിയോളം രൂപയാണ് BJP വാഗ്ദാനം ചെയ്തത് എന്ന് നമുക്ക് പല റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇനി ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ മാധ്യമങ്ങൾ വളരെയധികം നിഷ്ക്രിയത്തോടെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ധർമ്മം അവർ മറന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ വരെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന ബാർക്ക് ഇൻഡെക്സ് റിപ്പോർട്ട് അനുസരിച്ച് പല കാര്യങ്ങളുടെയും പല ചാനലുകളുടെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സൂചികയിലെ നിലവാരം താഴ്ന്ന സമയത്ത് ഏഷ്യാനെറ്റ്, ജനം TV എന്നിങ്ങനെയുള്ള ഇതിൻ്റെ പോയിന്റുകൾ കൂടി അവ കൂടുതൽ ആളുകൾ കാണുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് വർഗീയതകൾ വിളമ്പുന്നവർക്ക്
ജനങ്ങളുടെ മനസ്സിൽ വർഗീയ വിദ്വേഷം കുത്തിവെക്കുന്നവർക്ക് സ്വീകാര്യത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഭയാനകമായ ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുന്നിലേക്ക്, അതായത് ഒരു താത്വിക നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം അവരുടെ വിശ്വാസങ്ങൾ പ്രകാരം അതൊരു വലിയ ഒരു ജീവിതമാണ്. ഇപ്പോഴുള്ളത് കലികാലമാണെങ്കിൽ അന്നത്തേതിലേക്ക് നമ്മൾ രാംലല്ലയെ പ്രതിഷ്ഠിത മൂലം കടന്നു പോവുകയാണെന്ന് പറയുമ്പോൾ അത്രയും വിശ്വാസികൾ ആ ഒരു ദിനെ കാണുന്നത് പോലെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ ധർമ്മം മറക്കുകയാണ് എന്നുള്ളത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജനറൽ എക്സ്റ്റംബോർ കോമ്പറ്റീഷൻ തുടരുന്നു.